പപ്പാ 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 പപ്പ എവിടെയാ? ഒന്ന് വേഗം വാ പപ്പാ. പപ്പാ പപ്പാ. എന്താ മോളെ? ഹായ് പപ്പാ. എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പപ്പാ? ചോദിക്കും മോളെ. പപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? പപ്പയ്ക്ക് പിന്നെ മോളോട് സ്നേഹമില്ലേ? എന്നാ ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാ. ദാ ഈ പൂ വെച്ചിട്ട്. എന്ത് പരീക്ഷണം? പപ്പയ്ക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തെളിയും. ഓ, എങ്കിൽ നടക്കട്ടെ പരീക്ഷണം. പപ്പ loves me. Papa loves me not. Papa 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 loves me. Yay! എന്തുവാടി? എന്താ ഒരു ബഹളം? ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാ. എന്ത് പരീക്ഷണം? അത് പിന്നെ ഞാൻ മമ്മി പപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ. ആ മതി മതി, പോയിരുന്നു പഠിക്ക. ഒരു പരീക്ഷണക്കാരി. നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനോട് നിനക്കിത്തിരി സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൂടെ? അല്പം മനുഷ്യത്വത്തോടെ സംസാരിച്ചൂടെ? നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്കില്ല. എന്താണ്, നമ്മുടെ വെഡിങ് ഫോട്ടോ നോക്കുകയാണോ താൻ? ഒന്നുകൂടി കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. ഒരിക്കൽ കെട്ടിയിട്ട് വീണ്ടും കെട്ടണമെന്ന്. കുറെ നേരം ആയല്ലോ താനത് നോക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഫോട്ടോ? അത് ഞാൻ പറയാം. പറഞ്ഞ എന്നെ വിമർശിക്കരുത്. എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. നിന്നെ വിമർശിക്കുക മാത്രം ചെയ്യുന്ന, അംഗീകരിക്കാൻ ഒട്ടും മനസ്സില്ലാത്ത ഒരാളാണ് ഞാനെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്തിലും ദോഷം കണ്ടെത്താനുള്ള സഹജവാസന നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? പിന്നില്ലേ, അയൺ ചെയ്ത് തന്ന ഷർട്ടിൽ ഒരു ചുളിവ് കണ്ടാൽ, ഹാങ്കറിൽ കിടക്കുന്ന ഡ്രസ്സിന്റെ സ്ഥാനം ഒന്ന് മാറിയാൽ, മുറ്റത്തൽപ്പം കരിയില കൂടിക്കിടന്നാൽ പിന്നെ എനിക്കില്ലാത്ത കുറ്റമില്ല. എപ്പോഴും എന്നെ കുറ്റം പറയുന്നതാണല്ലോ നിങ്ങളുടെ ഒരു രീതി. എടീ, പലപ്പോഴും അതിൻ്റെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണെന്ന് നീ തിരിച്ചറിയുന്നില്ല. അതാണ് സത്യം. എനിക്ക് ആ സ്നേഹപ്രകടനം വേണ്ട. സദാസമയം നമ്മളെ കറക്റ്റ് ചെയ്യാൻ നടക്കുന്ന, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ ഭർത്താവെങ്കിൽ സത്യമായും അതെനിക്കൊരു തലവേദനയാ. എൻ്റെ അടുത്ത് പല സ്ത്രീകളും പറയുന്നത് തിരിച്ചാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലെന്ന പരാതി. നിനക്ക് നേരെ തിരിച്ചും. സത്യം പറ, നിനക്കെന്നെ വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഈ സ്വഭാവം കൊണ്ടാ ഞാൻ ഒരു കാര്യം തുറന്നു പറയാത്തത്. എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ വിമർശനം, അല്ലെങ്കിൽ അവഗണന, അതും അല്ലെങ്കിൽ ബോറടിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യവും പറയാറില്ല. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അതറിയാലോ. ശരിയാണ്. പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന കൊച്ചമ്മു ഇങ്ങനെ ആയിരുന്നേയില്ല. എല്ലാ അർത്ഥത്തിലും എൻ്റെ സങ്കല്പത്തിലുള്ളൊരു ഭാര്യയായിരുന്നു. കോളേജിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളുണ്ടെങ്കിൽ വരാന്തയിൽ നിന്നുകൊണ്ട് തന്നെ നീ എൻ്റെ മുഖം നോക്കി അത് മനസ്സിലാക്കുമായിരുന്നു. വിദൂരത്ത് നിന്നുകൊണ്ട് വിഷമങ്ങൾ തിരിച്ചറിയാനുള്ള നിന്റെ കഴിവ് കണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിനക്ക് സിക്സ്ത് സെൻസ് ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ദേഷ്യപ്പെട്ടാൽ ചിരിച്ചുകൊണ്ട് മാറി നിന്ന് ദേഷ്യം മാറിയാൽ വീണ്ടും ചിരിയോടെ തിരിച്ചെത്തുന്ന നിന്റെ ഭാവം, ആ സ്നേഹം, നീ എത്ര മാറിപ്പോയി കൊച്ചമ്മോ. എല്ലാ ആണുങ്ങളും ഇതുപോലെയാണ്. അവരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും ആഹാരം വെച്ച് വിളമ്പിക്കൊടുക്കാനും അവർക്ക് കിടപ്പറ ഒരുക്കി കൊടുക്കാനും വേണ്ടി മാത്രം വിധിക്കപ്പെട്ട യന്ത്രങ്ങളാണെന്ന് കരുതുന്നവർ. ഇതാരുടെ ഫിലോസഫിയാണ്? കമോൺ,
ഇത് ഫിലോസഫി ഒന്നുമല്ല. എന്നെ പോലെ 1000 ഭാര്യമാർ പറയാതെ പറയുന്ന സത്യമാണത്. ഞങ്ങളെന്താ വാഷിംഗ് മെഷീൻ കം ഡിഷ് വാഷർ കം കുക്കിംഗ് റേഞ്ച് അങ്ങനെ വല്ല മെഷീനുമാണോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ടവർ. യെസ്, ഒരു ആധുനിക ഭാര്യയായി നീ മാറിയിരിക്കുന്നു. നീ ഒരു റിബൽ ആവുകയാണ്. ഒരു ഭാര്യയും റിബലായി മാറുന്നതല്ല, ആക്കി മാറ്റുന്നതാണ്. ഓക്കെ, മതി. ഞാൻ ഇന്നൊരു ഫൈറ്റിംഗ് മൂഡിലല്ല. ഞാനും ഒരു ഫൈറ്റിംഗ് മൂഡിലൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പുരുഷന്മാർക്ക് ശരിക്കും സ്ത്രീകളെ സ്നേഹിക്കാൻ അറിയില്ല. ഭാര്യമാരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ വാസ്തവത്തിൽ അവരവരെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അവരുടെ ഒരാവശ്യം അവർ മാറ്റിവെക്കാറില്ല. അവരുടെ ഒരു സ്വകാര്യവും ഭാര്യയോട് പറയാറുമില്ല. പക്ഷെ ഭാര്യ ആരോട് മിണ്ടുന്നു, ആരുടെ ഒപ്പം സഞ്ചരിക്കുന്നു തുടങ്ങി അവളുടെ മനസ്സിന്റെ അടിത്തറ വരെ അവർക്ക് കാണണം. നിനക്കെന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ? ഞാൻ നിന്നോട് മോശമായി പെരുമാറുന്നുണ്ടോ? നമ്മുടെ ബന്ധത്തിന് കോട്ടമുണ്ടാകുന്നുണ്ടോ എന്നൊന്നും ഒരു ഭർത്താവും ഭാര്യയോട് ചോദിക്കാറില്ല. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താണ് നിന്റെ പ്രശ്നം? ഒന്നുമില്ല. ഇതാണ് നിന്റെ പ്രശ്നം. എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരമില്ല, അല്ലെങ്കിൽ പിണക്കവും പരാതിയും പഴിപറച്ചിലും. ശരത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പലതും പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ശരത്, ഇതാ പറഞ്ഞത്, 100 ജന്മം ജനിച്ചാലും നിങ്ങൾക്കൊരു പെണ്ണിനെ മനസ്സിലാക്കാനാവില്ല. എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് പിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പിന്നെ പറയുന്ന എന്തിനാ? ഉള്ളിൽ ഒളിപ്പിച്ചത് കാണാനുള്ള മനസ്സ് ആണുങ്ങൾക്കില്ലാത്തതുകൊണ്ട്. അതിനാദ്യം വേണ്ടത് ഒരു പെണ്ണുമായി ഡീൽ ചെയ്യാനുള്ള കഴിവാണ്. അതിന് ക്ഷമ വേണം. അതില്ലാതെ ഒന്നും നടക്കില്ല. ശരി, ഞാൻ ക്ഷമയോടെ ചോദിക്കാം. എന്താണ് നിന്റെ മനസ്സിൽ എന്നോടുള്ള ഇറിറ്റേഷൻ? തുറന്നു പറയണം. അല്ലാതെ പറയേണ്ട സമയത്ത് പറയാതെ ഒരുമാതിരി കുക്കിംഗ് റേഞ്ചാണോ, എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊന്നും പരാതി പറയരുത്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ 2 ഫേസ് ബിഹേവിയർ? ഹലോ പുരുഷൻ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടേതുപോലെ അല്ല സ്ത്രീകളുടെ മനസ്സ്. നിങ്ങൾ 1+1 = 2 എന്ന് കൂട്ടുമ്പോൾ ഞങ്ങൾ 3-1 = 2 എന്നായിരിക്കും കണക്കാക്കുന്നത്. കാരണം സ്നേഹിക്കാൻ നിങ്ങളെക്കാൾ ഏറെ കഴിവുള്ളവരാണ് സ്ത്രീകൾ. ദൈവം സ്നേഹിക്കാൻ മാത്രമാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിന് പുരുഷൻ കൊടുക്കേണ്ട വിലയാണ് അവന്റെ ക്ഷമയും അംഗീകാരവും. നിങ്ങളുടെ വായിൽ നിന്ന് ഞാൻ നിന്നെ അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയെ അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു വാക്ക്, അത് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? വേണ്ട, സ്നേഹത്തോടൊരു വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എത്ര കാലമായി? ഇതാണോ വലിയ കാര്യം? ശരി, നീ സുന്ദരിയാണ്, നിനക്ക് ചന്ദ്രനെ പോലുള്ള മുഖമാണ്, നിന്റെ ചുണ്ടുകൾ മനോഹരമാണ്. എന്താ മതിയോ? ശരത്, സ്റ്റോപ്പ് ഇറ്റ്. ഇതാ പറഞ്ഞത്, ഒരു പുരുഷന് ഒരിക്കലും ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന്. മതി, നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ? ഇതൊക്കെ നിന്റെ തോന്നലാണ് കൊച്ചമ്മോ. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയില്ലേ? ശരത്, ഈ സ്നേഹം എന്ന് പറയുന്നതേ എക്സ്പ്രസ് ചെയ്യാനുള്ളതാ, അല്ലാതെ നിലവറയിലെ ചൈന ഭരണിക്കുള്ളിൽ മൂടി വെക്കാനുള്ളതല്ല. ഒരു സ്കൂൾ വാദ്യാരുടെ മകനായിട്ട് വളർന്നു വന്നവനാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത്. നീയാണെങ്കിൽ ഒരു കാഷ്യൂ എക്സ്പോർട്ടറുടെ മകളും. പണവും സൗകര്യങ്ങളും അറിഞ്ഞു വളർന്ന് നിനക്കതൊന്നും മനസ്സിലാവില്ല. സ്നേഹം എന്താണെന്നറിയാതെ വളർന്നവനാണ് ഞാൻ. നീയാകട്ടെ അതൊരുപാട് നേടി വളർന്നോളും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എൻ്റെ ശീലമല്ല. സ്നേഹപ്രകടനങ്ങൾക്ക് വേണ്ടി ഇനിയൊരു കാമശാസ്ത്രം പഠിക്കാനോ ജയദേവന്റെ ഗീതാ ഗോവിന്ദം ഹൃദ്യസ്ഥമാക്കാനോ ഞാനൊരുക്കമല്ല. ഇതൊന്നും ഒരു ന്യായങ്ങളല്ല ശരത്. നിങ്ങൾ ചിലരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, എന്നോട് തിരിച്ചും. ഒരിക്കൽ ദേഷ്യം വന്നപ്പോ എന്താ വിളിച്ചത്? യു സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്നല്ലേ? അത് എടോ, ഒരു ഭർത്താവ് ഭാര്യയെ എന്തൊക്കെ വിളിക്കാറുണ്ട്, അത് ദേഷ്യത്തിൽ തന്നെ ആവണമെന്നുണ്ടോ? ഒരിക്കൽ സ്നേഹത്തോടെ എൻ്റെ സുഹൃത്ത് അവൻ്റെ ഭാര്യയെ കഴിവേറിയുടെ മോളെ എന്നാ വിളിച്ചത്. അത് ആ സെൻസിലെടുത്താൽ പിന്നെ ഒരു പ്രശ്നമില്ല. എന്നാ ഞാൻ ശരത്തിനെ അങ്ങനെ ഒന്ന് വിളിക്കട്ടെ? ഒരിക്കൽ ഒരുപാട് സ്നേഹം തോന്നിയ ഒരു നിമിഷത്തിൽ ഞാൻ എടാന്നൊന്ന് വിളിച്ചതിന് ശരത്ത് എത്ര മോശമായിട്ട് എന്നോട് പെരുമാറിയത് മറന്നുപോയോ? അതൊക്കെ ഐ കാൻ സ്റ്റാൻഡ് ദിസ് ബെഡ്റൂം റാഗിംഗ്. ഇത് കഷ്ടമാണ്. ഞാൻ എത്ര നേരമായി നിന്നെ പ്രതീക്ഷയോടെ നിൽക്കുന്നു. നീ ഈ ഫോട്ടോയുമായി എത്ര മണിക്കൂറായി ഇരിപ്പുടങ്ങിയിട്ട്? എന്താ ഈ ഫോട്ടോയില്? ഞാൻ ഈയിടെ ഒരു അനാഥാലയത്തിൽ പോയിരുന്നു. അവിടുത്തെ ഒരു യുവാവ് അവൻ വരച്ച എൻ്റെ ചിത്രങ്ങൾ എന്നെ കാണിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള അവൻ എത്ര മനോഹരമായിട്ടാണ് എന്നെ വരച്ചത്. ഇത് ശരത്തിനെ കാണിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല.
അവൻ വരച്ച എന്റെ ചിത്രമാണിത്. ഇത് അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ടാ. ഓക്കെ 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 ഓക്കെ, ഞാനത് കാണട്ടെ. വേണ്ട, പിന്നീട് ഒരിക്കൽ കാണാം.